അവരെല്ലാവരും ആ സ്റ്റാർഡത്തിനെ എങ്ങനെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള ചിന്തയിലാണ് അവരുടെ തെരഞ്ഞെടുപ്പുകളും സിനിമകളും എല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ടെംപ്ലേറ്റ് വിട്ടിട്ട് പോകാൻ ആരും അങ്ങനെ തയ്യാറാവാറില്ല. അഥവാ ടെംപ്ലേറ്റ് വിട്ടാൽ പോലും സ്റ്റാർഡം വിട്ടാൽ പോലും ഒരിക്കലും അവർ പിന്നെ പ്രൊട്ടഗോണിസ്റ്റ് എന്നുള്ളൊരു സങ്കല്പത്തിനെ വിടാനായിട്ട് ആരും തന്നെ തയ്യാറാവത്തില്ല. അപ്പൊ അങ്ങനെ ഒരു 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 സോഷ്യൽ പൊളിറ്റിക്കൽ സിനാരിയോയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അന്നേരമാണ് ഇദ്ദേഹത്തെ പോലെ ഒരു മെഗാസ്റ്റാർ എന്നുള്ള ലേബലും ഒക്കെ ഉള്ള ഒരാൾ ഇങ്ങനെ തുടരെ ഈ പറയുന്ന പ്രൊട്ടഗോണിസ്റ്റ് ആന്റഗോണിസ്റ്റ് ഇങ്ങനെയുള്ള സങ്കല്പങ്ങളെ ഒന്നും പരിഗണിക്കാതെ തന്നിലെ നടനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ള ചിന്തയിൽ മാത്രം തുടരെ ഇതുപോലെ തെരഞ്ഞെടുപ്പുകൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്നെ വേറെ ഒരു താരതമ്യത്തിന് വേറെ ഒരാളുണ്ടെന്ന് തോന്നുന്നില്ല. കൃത്യമാണ്, എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്, വേറെ ഒരാളുണ്ടാകില്ല എന്നുള്ളത്. കഥ പറയാൻ പോകുമ്പോൾ മമ്മൂക്കാട് മുമ്പിലിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അവസ്ഥ? അല്ല, കഥ ജിതിനാണ് ആദ്യം. അതിന്റെ കൂടെ ഉണ്ടല്ലോ, ജിതിൻ പറഞ്ഞൊന്ന് വലിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുള്ളൂ. മമ്മൂക്ക ഓൾറെഡി ആദ്യമേ ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജിതിൻ പോയി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷമാണ് മമ്മൂക്കയായിട്ട് നമ്മൾ മീറ്റ് ചെയ്തപ്പോഴത്തേക്ക് സാർ ഓൾറെഡി ഇന്നായി കഴിഞ്ഞിരുന്നു. സാറിന് ആ ക്യാരക്ടറിനെ പറ്റി കൃത്യമായ സാറെല്ലാം അനലൈസ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സാറിന് ഹൈ കിട്ടുന്ന ഒരു ക്യാരക്ടറാണ് അത് എന്നുള്ള പൂർണ്ണ വിശ്വാസം സാറിനും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓൾറെഡി ഒരു കോൺഫിഡൻസ്, മമ്മൂക്ക ഇത് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കും ഉണ്ടായിരുന്നു. അപ്പം സാർ അത് കൺവേ ചെയ്തെന്നാണ് നമുക്കിത് ഇപ്പം ആൾക്കാർ സ്വീകരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.